ഇല്ല അത് അവൾ ഇതാണെന്ന് വൃത്തിയാക്കിയത്. ഇത് കുരുമുളക്, ഇത് ലക്കി ബാമ്പു, പിന്നെ കുറച്ച് ഓർക്കിഡും കുറച്ച് റോസയും ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഇത് മല്ലി വിത്തിട്ടേക്കണേനാ ഒരു ട്രേ പോലത്തത്. ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂലായിരുന്നു, അത്ര പുല്ലായിരുന്നു. ഇതവിടെ കുറച്ച് സിമെൻറ്റ് ഇട്ടിട്ടുണ്ട്. ഈ കപ്പയുടെ കണ്ട, ഈ കപ്പയുടെ ബാക്കിൽ ആ തറയിൽ സിമെൻറ്റ് ഇട്ട് വെച്ചേക്കാണ്. ഞാൻ അടുത്ത് പോയി കാണിച്ചു തരാം. ഇത് കാരയ്ക്ക ഞാൻ വിത്തിട്ടതാണ്, പൊടിക്കണമെങ്കിൽ മാറ്റി നടണം. ഇത് തുളസി, അത് നിർത്തിക്കൊണ്ട് തന്നെ പുല്ലെല്ലാം വെട്ടിക്കളഞ്ഞു. ഇതൊരു റംബൂട്ടാൻ, ഇവിടെ ഒരു റംബൂട്ടാൻ. അയ്യോ അവിടെ ഒരു കോവയ്ക്ക ഉണ്ട്, ഇവിടെ ഒരു കോവയ്ക്ക ഉണ്ടായിരുന്നു, അത് പോയി. ഇത് മല്ലി. നിന്നെ ഇപ്പം ഞാൻ അടുത്ത വീഡിയോയിലിടും. കുരുമുളക്, മിണ്ടൂല്ലേ? ഞാൻ എന്തെങ്കിലും ഒരു യൂട്യൂബർ ആവും. ഭയങ്കര പുല്ലായിരുന്നു. ഇവിടെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ഇവിടെ പുല്ലായിരുന്നു. ഇപ്പോൾ റോസയും വാങ്ങിച്ച് നട്ട ഒരു മാവാണിത്. അപ്പോൾ ഇത് ശംഖുപുഷ്പം, ഇത്രയും നിർത്തിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം പോയി. ഇതിൻ്റെ അടിയിൽ സെപ്റ്റിക് ടാങ്ക് പോലെ പുതിയതിപ്പോൾ പണിതേക്കുന്നതാണ്. നേരത്തെ അവിടെ ആയിരുന്നു ഇതിൻ്റെ ബാക്കിൽ, അതിപ്പോഴും ഉണ്ട്. പക്ഷേ ഇനി അത് മാറ്റിയിട്ട് നമുക്കവിടെ ഒരു വീട് വെക്കണം. എനിക്ക് ജോലിയൊക്കെ കിട്ടിയിട്ട് ഞാൻ വെക്കുമെന്നാണ് എൻ്റെ ഒരു സ്വപ്നം. നോക്കാം. എന്തായാലും ഇവിടെ ഇപ്പോൾ സെപ്റ്റിക് ടാങ്ക് പുതിയത് പണിതിട്ടുണ്ട്. വീടിൻ്റെ അടുത്തായിട്ടാണ് പണിതേക്കുന്നത്, പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ട് പണിതിട്ടുണ്ട്. പിന്നെ 2 ബാത്റൂം. അതിനി പണി നടക്കണേ ഉള്ളൂ, ഒരുപാട് പണിയുണ്ട്. എന്നാലും ഞാൻ ഇതിന് മുമ്പൊന്നും ഷൂട്ട് ചെയ്തില്ല, ജസ്റ്റ് കാണിക്കുകയാണെങ്കിൽ. ഇനി ടൈൽസ് ഇടണം, എല്ലാ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. പക്ഷെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഒരു ബാത്റൂം പുറത്ത് രണ്ടെണ്ണം ഉണ്ട്, കാണിച്ചു തരാം. ഇത് ഒരെണ്ണം, ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരെണ്ണമുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ തെങ്ങിന് തേങ്ങ വീഴണുണ്ട്, അതുകൊണ്ട് നോക്കി വേണം നടക്കാൻ. ഇതാ അമ്മേ, ഇതാ ഇവിടെ വരുമ്പോൾ ഇവിടെ അടുത്ത ബാത്റൂം സെയിം ഇതുപോലെയാണ്. ഷവർ, ഹീറ്റർ എല്ലാം സെയിം ഇതാണ്. പണി നടക്കണതേ ഉള്ളൂ. അപ്പോൾ അതായത് ഇതിൻ്റെ ബാക്കിലോട്ട് വാഴ പോലെയൊക്കെ കുറച്ചുണ്ട്. പിന്നെ ഇനി ഫ്രണ്ട് വൃത്തിയാക്കിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു മാവ് നിൽപ്പുണ്ട്, അതിൻ്റെ മാങ്ങയൊക്കെ നമ്മൾ അടത്തു. കുറച്ച് മാങ്ങയെ കാച്ചുള്ളൂ, അത് അടത്തു. ഇത് വേറൊരു വഴിയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ല, ഞാൻ ഇടയിൽ കൂടെ ഒരു വഴി കൂടെ ഇറങ്ങി വന്നതാണ്. വീട്ടിൽ നിന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇവിടെ ഒരു ചെമ്പരത്തി, ഇവിടെയൊക്കെ പുല്ല് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റി. അതായത് ഇതൊരു കാട്ട് പിച്ചി പോലത്തത് ഇപ്പോൾ കൊണ്ട് നട്ടതാണ്. പിന്നെ ഇതൊരു തെച്ചി ഞാൻ വാങ്ങി നട്ടതാണ്, ചെറുതാണ് കേട്ടോ, അത് പൊടിച്ച് വരണേ ഉള്ളൂ. ഒരു ജമന്തി, ഒരു റോസ, ഇത്രയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇനി ഈ വീട് പൊളിച്ച് കളയണം, അതുകൊണ്ട് ഞാൻ അത് കാണിക്കാനില്ല, എന്നാലും ഒരു ഓർമ്മയ്ക്ക് കിടക്കട്ടെ. ഇതിന് നമ്മൾ പൊളിച്ച് കളഞ്ഞിട്ട്, കാരണം ഇത് ഞാൻ ജനിച്ച് താമസിച്ച വീട് ഇതാണ്. അപ്പോൾ ഇതിന് ഒരു 30 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. ഞാൻ ജനിക്ക് മുമ്പേ വെച്ച വീടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും ഈ ബാത്റൂമും പൊളിച്ച് കളഞ്ഞിട്ട്, ഇവിടെ ഒരു ബാത്റൂമുണ്ട്, അതും കൂടെ പൊളിച്ച് കളഞ്ഞിട്ട് വീട് വയ്ക്കണം. അതുകൊണ്ടാണ് അപ്പുറത്ത് ബാത്റൂം കെട്ടിയത്. ഇത് ബോഗൺവില്ലയാണ്, പേപ്പർ പൂ എന്നൊക്കെ പറയില്ലേ, അതാണ്. അതൊരെണ്ണം ഞാൻ അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ച് കൊടുത്തതാണ്. അത് വളർന്ന് വരുന്നതേ ഉള്ളൂ. അതിൻ്റെ അവിടെയാണ് മാവ് നിൽക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ, ചെടിയുടെയൊക്കെ. പിന്നെ കുറച്ച് വാഴയൊക്കെ ഉണ്ട് ആ സൈഡിലായിട്ട്, അതൊന്നും ഞാൻ കാണിക്കണില്ല, അതൊക്കെ വീഡിയോ വയ്ക്കുമ്പോൾ ചിലപ്പോൾ പോകും. അപ്പോൾ ഞാൻ ഇനി പോയി വിളക്ക് എത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വീഡിയോ എടുക്കാം. ഇവിടെ ഒരു കരിവേപ്പിലയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവിടെ റോസയൊക്കെ നിൽപ്പുണ്ട്. ഇവിടെയാണ് കുറച്ച് പൊളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ പൊളിഞ്ഞിരുന്നതിനെല്ലാം ഇവർ ഈ പുല്ല് പറിക്കാൻ വന്ന ചേട്ടന്മാർ യഥാർത്ഥത്തിൽ മേസ്തിരി പണിയും കൂടെ ഇങ്ങനെ ഇത് ചെയ്യുള്ളൂ, വീട് കെട്ടണ പണിയും കൂടെ ചെയ്യണവരാണ്. അപ്പോൾ അവർക്കത് അറിയായിരുന്നു. അങ്ങനെ ഇവിടെ ഇത് ഇത്രയും ഇങ്ങനെ സിമെൻ്റ് ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് നാളെ ഇത് ഇവിടെ തുറക്കാൻ പറ്റുള്ളൂ. ആ പൈപ്പിൽ നിന്നാണ് നമ്മൾ കിണ്ടിയിലൊക്കെ വയ്ക്കാൻ വെള്ളം എടുക്കണം. അതിനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല ഇന്ന്. പിന്നെ ഈ നിൽക്കുന്ന റംബൂട്ടാൻ ഞാൻ നട്ടതാണ്. ഇത് കാച്ചിട്ടില്ല, പക്ഷെ അത്യാവശ്യം പൊക്കം വെച്ചിട്ടുണ്ട്. അവിടെ ഒരു കുഞ്ഞ് റംബൂട്ടാൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് നട്ടതാണ്. ഇത് അവിടെ നിൽക്കണം, ആ മരം പോലെ, അതിന് കായ്ക്കണം. ഇവിടെ ഒരു കുഞ്ഞ് റംബൂട്ടാൻ തൈ ഉണ്ട്. ഇതൊക്കെ ഇനി വളർത്തിയെടുക്കണം, സെറ്റ് ചെയ്ത്. ഇത് സപ്പോട്ട, ഇത് സീതപ്പഴം എന്നൊക്കെ പറയും, കസ്റ്റാർഡ് ആപ്പിൾ. പിന്നെ തുളസി നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പുല്ല് വെട്ടി, അതുകൊണ്ട് ഒരുപാട് സമയം പോയി.
എന്നാലും അത് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇനി ഈ റോസയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇവിടെ വെച്ച ഒരുമാതിരിയാണ്, അപ്പോൾ അതുകൊണ്ട് ഇതുങ്ങളെല്ലാം ഈ മണ്ണിലേക്ക് തന്നെ മാറ്റി വെക്കാമെന്നാണ് വിചാരിക്കണം. എന്നിട്ട് കുറച്ച് ഓർക്കിഡ് അങ്ങനെ എന്തെങ്കിലും മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം മണ്ണിലേക്ക് തന്നെ ഇറക്കി വെക്കാം. അപ്പോൾ പുല്ലും പിടിക്കില്ല. പിന്നെ വേണമെങ്കിൽ കുറച്ച് ചെടികൾ നമുക്കിവിടെ നട്ടും കൊടുക്കാം, മലക്കറി വിത്തൊക്കെ വേണമെങ്കിലേ. അപ്പോൾ ശരി, ഞാൻ പോയി വിളക്ക് എത്തിക്കട്ടെ കേട്ടോ. സമയം വിളക്ക് എത്തിച്ചിട്ടൊക്കെ വന്നു. ഇപ്പം സമയം ഒരു 6-6:15 ഞാൻ വിചാരിക്കുന്നത് IT പഠിക്കാമെന്നാണ്. ഇത് നേരത്തെ ഇന്നത്തെ ഡേറ്റ് ഇട്ട് വെച്ചതാണ്, പക്ഷേ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. ഞാൻ കുളിക്കാനൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് 26/5/26. അപ്പോൾ ഇത് തൊട്ട് പഠിക്കണം. IT വളരെ കുറച്ച് മാത്രമേ ഞാൻ പഠിക്കുകയുള്ളൂ. കാരണം IT കുറച്ച് നമ്മൾ ഇങ്ങനെ കാണാതെ പഠിക്കുമ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ കൂടുതലുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ചേ പഠിക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ ബോറടിക്കും. അപ്പോൾ ഇത് പഠിച്ചിട്ട് അടുത്ത സബ്ജക്റ്റ് നമുക്ക് IT ഇതാക്കി കഴിഞ്ഞാൽ വേറെ സയൻസോ അല്ലെങ്കിൽ സയൻസിൽ തന്നെ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ജോഗ്രഫി വേണമെങ്കിൽ ഒന്ന് തുടങ്ങാം. ജോഗ്രഫി ഒരുപാടുണ്ട്, കാട് പോലെ പഠിക്കാനായിട്ട് നമ്മുടെ ഇതിലുണ്ട്. ഇതിൽ ഡിഗ്രി ലെവൽ ജോഗ്രഫി ഉണ്ട്. അപ്പോൾ അതൊന്ന് പഠിക്കണം. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ പഠിക്കുമ്പോഴത്തേക്ക് ഞാനത് ഏതാണ് ടോപ്പിക് എടുക്കണേന്ന്. അത് കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, അങ്ങനെ 3 ടോപ്പിക് ഉണ്ട്. അതിൽ നിന്ന് ഒന്നായിരിക്കും ഇപ്പോൾ സെലക്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും അടുത്ത ടോപ്പിക്ക് അതിൽ തന്നെ എടുക്കുക. ജോഗ്രഫിയെ തന്നെ 3ആക്കി എടുത്തിട്ട് ഇപ്പോൾ കേരള ജോഗ്രഫി ആണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ഇന്ത്യൻ ജോഗ്രഫിയോ അല്ലെങ്കിൽ വേൾഡ് ജോഗ്രഫി എടുക്കുകയുള്ളൂ. കേരള ജോഗ്രഫി ആദ്യം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അറിയാമെന്നുള്ള ടോപ്പിക്കല്ലേ, അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ കവർ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഇത് പഠിക്കട്ടെ. ഇത് കൊഞ്ച് കറി ഉച്ചയ്ക്ക് വെച്ചതാണ്. ഞാൻ ചോറ് കഴിച്ചില്ല, അതുകൊണ്ട് ഇപ്പോൾ ദോശയുടെ കൂടെ സാമ്പാറൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതെടുത്തു. പിന്നെ കട്ടൻ ചായ. മഴ തോരും മുമ്പേ സീരിയൽ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ അത് കണ്ടുകൊണ്ട് ഇത് കഴിക്കാം. അത് ഏകദേശം തീരാറായി. ഞാൻ കുറച്ച് ലേറ്റായി വന്നപ്പോൾ എന്തായാലും കഴിച്ചിട്ട് മുകളിൽ പോയി പഠിക്കാം. കുറച്ച് മരിച്ചിനി എടുത്തിട്ടുണ്ട്, ഇത് കഴിക്കാം. ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നു, ഞാൻ വീഡിയോ എടുത്തു. എന്നിട്ട് ഇപ്പോൾ IT ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ. അപ്പോൾ IT ഇതൊന്ന് പഠിക്കണം. ഈ പേജും കൂടെ പഠിക്കും. ഇതാണ്ട് 26/5/26. അപ്പോൾ ഇതും കൂടെ പഠിച്ചിട്ട് IT നിർത്തും. പിന്നെ ഇനി പഠിക്കാനുള്ളത് നമ്മൾ ഈ സയൻസിൽ ഹാർട്ടിൻ്റെ പോർഷനാണ്. അത് ചിലപ്പോഴേ ഞാൻ ഇന്ന് എടുക്കുകയുള്ളൂ. ഇനി ഞാൻ പഠിക്കുന്നത് മിക്കവാറും ടാരോ റീഡിംഗ് ആയിരിക്കും. അത് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയതുകൊണ്ട് കുറച്ചുകൂടി ക്ലാരിറ്റി വരാറുണ്ട് പഠിത്തത്തിൽ. അപ്പോൾ അത് പഠിച്ചിട്ട് ടാരോ റീഡിങ് കണ്ടിട്ട് കിടന്നുറങ്ങും. ഇനി എനിക്ക് പഠിക്കാനുള്ള ഒരു ഭയങ്കരമായ ഒരു അർജ് ഇങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കേരള ജോഗ്രഫി ആയിരിക്കും പഠിക്കുക. ഇനി എന്തെങ്കിലും ഞാൻ അങ്ങനെ പഠിക്കുക എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ആക്കി നാളത്തെ വീഡിയോയിൽ, ഇന്ന് രാത്രിയുള്ള വീഡിയോ തൊട്ടുള്ളത് നാളത്തെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്ത് പോവാം. കാരണം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് ഞാൻ ഈ വീഡിയോയെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം, കാരണം ഇന്ന് ഞാൻ പുറത്തൊക്കെ കാണിച്ചില്ല, അപ്പോൾ ഇത് അത്യാവശ്യം ഒരു 15 മിനിറ്റ് വീഡിയോ ആയി കാണും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ലെങ്തി ആക്കണ്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനെ ഇവിടെ വെച്ച് തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ സമയം 7:45 അപ്പോൾ ഇനി കൂടിപ്പോയാൽ ഈ പേജും കൂടെ പഠിക്കുമ്പോൾ 8-8:15 പിന്നെ ടാരോ റീഡിങ് കാണണം. ചിലപ്പോൾ ഞാൻ യോഗ ചെയ്താലും ഇപ്പോൾ ചെയ്യില്ല, കാരണം ഇപ്പോൾ ഫുഡ് കഴിച്ചതേ ഉള്ളൂ. വയറ് വീത്തിരിക്കുന്ന ഉടനെ യോഗ ചെയ്തുകൂടാ. ഒരു 3 hours എങ്കിലും കഴിയണം. അപ്പോൾ കിടക്കണേന് ഒരു 10-11 മണിക്ക് ഒരു 15 മിനിറ്റ് യോഗ ഇന്നത്തേക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു പ്രാണായാമ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോയിൽ അധികം കാണിക്കൂലായിരിക്കും. ഇനി കാണിച്ചാൽ തന്നെ അത് അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കാം. എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അപ്പോൾ ജോഗ്രഫി എടുത്തിട്ടുണ്ട്. കുറച്ചേ പഠിക്കണുള്ളൂ, കാരണം എനിക്ക് ടാരോ റീഡിങ് പഠിക്കണം, ടാരോ റീഡിങ് കാണണം. ഇപ്പം തന്നെ 9 മണിയായി. ഇന്നും എക്സസൈസ് ഒന്നും ചെയ്തില്ല. പറ്റുമെങ്കിൽ കുറച്ച് യോഗ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ചെയ്യണം. ഒരുപാട് പ്രശ്നമുണ്ട്, ഒരുപാട് പ്രോബ്ലംസിലൂടെയാണ് കടന്നു പോകുന്നത്. അതൊന്നും തന്നെ ഞാൻ ഷെയർ ചെയ്യാറില്ല, കാരണം നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ഷെയർ ചെയ്യണത് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ഇൻസ്പിറേഷനോ മോട്ടിവേഷനോ ആയിട്ട് ഞാൻ സക്സസ്ഫുൾ ആവണ സമയത്ത് ഞാൻ ഡെഫിനറ്റ്ലി എൻ്റെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഞാൻ അത് തരണം ചെയ്തു വന്ന രീതികളെല്ലാം ഞാൻ ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അപ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പഠിക്കുന്നത്. വീട്ടിൽ ഇരുന്ന് പഠിക്കണമെന്നേ ഉള്ളൂ. ആ ഒരു റിലാക്സേഷൻ ഉണ്ട്. ക്ലാസ്സിൽ പോയിരുന്ന ഒരു സ്ട്രെസ്സിൻ്റെ ഇടയിലിരുന്ന് പഠിക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് എൻ്റെ റിസൾട്ട് എക്സാം കഴിഞ്ഞ് 2 വർഷം പഠിച്ച് എക്സാം കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ അതല്ലാതെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ ഒന്നും തന്നെ ഞാൻ ഷെയർ ചെയ്യണില്ല എന്നേ ഉള്ളൂ. അത് ഞാൻ പറയട്ടെ, ഞാൻ എന്തെങ്കിലും സക്സസ് ആയി എൻ്റെ ലൈഫിൽ എവിടെയെങ്കിലും ഞാൻ ഒരു പോയിന്റിൽ സക്സസ് ആയി എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ, കരിയർ ആയിക്കോട്ടെ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, എവിടെയെങ്കിലും സക്സസ് ആയി എന്ന് തോന്നുന്ന സമയത്ത് അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്ത് ഞാൻ വന്ന വഴിയും ഞാൻ ചവിട്ടി വന്ന ആ കല്ലും മുള്ളും എല്ലാം ഞാൻ പറയുന്നതായിരിക്കും. പ്രശ്നമില്ലാത്ത ആരും തന്നെ ഇല്ല. എല്ലാവരുടെ ലൈഫിലും പ്രശ്നമുണ്ട്. അതിനെയും തരണം ചെയ്ത് പഠിക്കുകയോ അല്ലെങ്കിൽ അതിനെയും തരണം ചെയ്ത് വർക്ക് ചെയ്യുന്നവർ തന്നെയാണ് സക്സസ്ഫുൾ ആവണം. അല്ലാതെ പ്രശ്നമില്ലാതെ എല്ലാം തികഞ്ഞിട്ട് അല്ലെങ്കിൽ എല്ലാ സാഹചര്യവും ഒത്തു വന്നിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടാനോ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടൈം വരില്ല. ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നൗ ആണ്. ഇപ്പോഴത്തെ റൈറ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ടൈം എന്താണോ അതാണ്. എന്ത് സ്റ്റാർട്ട് ചെയ്യാനും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ മൊമെൻ്റ് ആണ്. ഇതിനപ്പുറം ഒരു നല്ല മൊമെൻറ്റ് വരുമെന്ന് പറഞ്ഞിരിക്കരുത്. നല്ല കാര്യങ്ങളോ പഠിക്കാനുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തുടങ്ങിക്കൊള്ളുക. വെച്ച് താമസിപ്പിക്കേണ്ട. ആരെയും ദ്രോഹിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നമ്മളെ ഒരു ദിവസം നമുക്കും വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടിന്യൂഷനായിട്ട് വരുമോ എന്ന് അറിഞ്ഞുകൂടാ ഈ വ്ളോഗിൻ്റെ. എന്തായാലും ഞാൻ ഇത് ഷോർട്സ് ആയിട്ട് പറ്റുമെങ്കിൽ ഇടാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.